പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. രാമനിൽ നിന്ന് വീണ്ടും മനുഷ്യൻ രണ്ട് രൂപത്തിൽ പരിണമിക്കുന്നു എന്നാ പറയാ. ഒന്ന് ബലരാമനായിട്ട്. ചിലര് ബലരാമനെ മഹാവിഷ്ണുവിന്റെ അവതാരം ില്ല. ശ്രീകൃഷ്ണന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആയുധമാകട്ടെ കലപ്പയാണ്. ഈ ചക്രമോ ശ്രീരാമന്റെ കയ്യില് അമ്പും വില്ലും കോദണ്ഡപാണി എന്നൊക്കെ പറയാ. അപ്പൊ ഇനി ബലരാമന്റെ കയ്യിലെ വാളോ ഗദയോ കുന്തോ എന്തെങ്കിലുമൊക്കെ അല്ലേ വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് ഈ കലപ്പ വന്നത്? ഭൂമിയുടെ സിംബലാണ്. ഇപ്പൊ മനുഷ്യൻ വളരെ സിസ്റ്റമാറ്റിക്കലി സെറ്റിൽ ചെയ്ത് കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഭരണം ആരംഭിച്ചതിന് ശേഷമാണ് ശരിക്കും കൃഷി ആരംഭിച്ചത്. സത്യമാണ്. ഓരോ വിഭാഗം ജനതയും അവർ നിഗ്രഹിച്ചത്. ആ നേതാവിന്റെ കീഴിലാണ് അവർ വേട്ടയാടി കായികനികൾ പറിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചത്. ആ നേതാവിനാണ് സിംഹാസനം നൽകിയത്. ആ നേതാവിനാണ് അധികാരം നൽകിയതും നിലനിർത്താനും കൊല്ലാനുമുള്ള അധികാരം നൽകിയതും ആ നേതാവിനാണ്. അത് രാജ്യവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് രാജാവ് എന്ന പേര് വന്നു. ആ രാജാവ് എന്ന പ്രതിഭാസം മനുഷ്യരാശിയില് ഉണ്ടാക്കിയ അടുത്ത പരിണാമം രാജ്യത്തിന്റെ അതിർത്തി വിപുലീകരിക്കല്. വിപുലീകരിച്ച ആ സ്ഥലത്ത് കന്നുകാലികളെ വളർത്തല് പ്ലസ് കൃഷി നടത്തുക. ഇത് രണ്ടും ആ രാഷ്ട്രത്തിന്റെ സമ്പത്തിന്റെ അളവുകോലായി മാറിയപ്പോൾ എന്താ സംഭവിച്ചത്? അശ്വദായി ഗോദായി ധനദായി മഹാധനേ ധനം മേം ജുഷദാം ദേവി സർവകാമം ദേഹി മേം പുത്ര പൗത്ര ധനം ധാന്യം. എന്തൊക്കെയായിരുന്നു രാജ്യത്തിൻ്റെത്? അശ്വം, കുതിരയുണ്ടാവും. അശ്വദായി ധനം, ഗോവ്, പശുക്കള്. എല്ലാ ധനത്തിലും ഇത് പെടും. പുത്ര പൗത്ര ധനം ധാന്യം. ഹസ്തി ആന, അശ്വങ്ങള്, ഗവേരഥം പശുക്കള് പ്ലസ് രഥങ്ങള്. ഇതെല്ലാമുള്ള ഒരു രാഷ്ട്രത്തിന്റെ അതിർത്തിക്കുള്ളില്, ഭൂമിയുടെ അതിർത്തിക്കുള്ളില്, പരിധിയുടെ അകത്ത് നിൽക്കുന്ന രാജാവിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ധാന്യങ്ങള് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടും അടുത്ത രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാം. അഗ്രികൾച്ചർ ആരംഭിച്ച മനുഷ്യന്റെ പ്രതീകമാണ് ബലരാമൻ. ഇങ്ങനെയൊക്കെ വിവരിച്ചാൽ ബലരാമനോടുള്ള ബഹുമാനവും ഭക്തിയൊക്കെ പോകുന്ന നിങ്ങൾക്ക് തോന്നണുണ്ടോ? ഈ വിവരണമെല്ലാം എവല്യൂഷന്റെയും അവതാരത്തിന്റെയും വിവരണം നൽകാനാണ്. ഇതൊക്കെ സയന്റിഫിക്കലി അറിഞ്ഞ് നിലനിൽക്കുന്ന ഭക്തി നിലനിർത്തിയിട്ട് ആ എവല്യൂഷന്റെ ഭാഗമാണ് മനുഷ്യനും. ആ മനുഷ്യനിലും ഈശ്വരീയാംശമുണ്ട് എന്ന് അറിയിക്കാനും കൂടി വേണ്ടിയാണ് ഈ എവല്യൂഷനെ
സയന്റിഫിക്കലി വിവരിക്കുന്നത് വളരെ രസകരമായി പൂർവീകര് തന്നിരിക്കുന്ന വിവരണത്തിൽ നിന്ന് ഭിന്നമായിട്ടല്ല ഞാൻ വിവരിക്കുന്നത്, അതിനകത്ത് തന്നെയുള്ള വിവരണത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ കൃഷി നടത്തിക്കൊണ്ടിരുന്ന ബലരാമന്റെ പ്രതീകാത്മകമായ അസ്തിത്വം ഒരു സ്ഥലത്ത് കൂടി വിവരിക്കുന്നുണ്ട്. കൗരവരും പാണ്ഡവരും യുദ്ധം തുടങ്ങിയ സമയത്ത് അതിന് ദേഷ്യപ്പെട്ട് ഈ ബലരാമൻ കൃഷ്ണനോട് പറയുന്നു, കൃഷ്ണ, നിന്റെ കൂടെ ഈ യുദ്ധത്തിന് ഞാൻ ഒരു ചേരിയിൽ നിൽക്കില്ല, ഞാൻ കാശിയിലേക്ക് പോവാ, ഞാൻ ഈ യുദ്ധത്തിന് ഇല്ല. ഈ വിവരണം തന്നതിന്റെ ആവശ്യം എന്തായിരുന്നു? അതായത് കാർഷിക വൃത്തി ഏറ്റെടുത്ത മനുഷ്യൻ രാജനൈ ഭരണത്തിൽ ഇടപെട്ടിട്ടില്ല. ശത്രുക്കളും മിത്രങ്ങളും രാജ്യാധികാരത്തിന് വേണ്ടി കുടുംബങ്ങൾക്കകത്തും പോർവിളി ഉണ്ടായിട്ടും യുദ്ധകാഹളം ഉണ്ടായിട്ടും ബലരാമൻ പങ്കെടുത്തില്ല. ബലരാമൻ തിരിച്ചു പോവാ ചെയ്തത്. എന്താ അതിന്റെ അർത്ഥം? ശരി, നമുക്ക് വിവരണങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ബലരാമൻ അവതാരമല്ലെന്ന് വിചാരിക്കുക, അപ്പോഴും ഇവിടെ പ്രശ്നം വരുന്നില്ല. എന്താ കാരണം? രാമനിൽ നിന്ന് ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല, അത് പല 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 കൈവഴികളായിട്ട് തിരിയുന്ന മാതിരി ഈ എവല്യൂഷണറി പ്രക്രിയ രാമനിൽ നിന്ന് മാറി ശ്രീകൃഷ്ണനിലേക്ക് പോകുന്നതായി ഒരു സൈഡ് ലൈൻ ചെയ്ത് നേരെ ബലരാമനായി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവിടെയും ഈ എക്സ്പ്ലനേഷൻ വളരെയധികം യോജിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ബലരാമന്റെ കലപ്പയെക്കുറിച്ചും ബലരാമന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം യുദ്ധങ്ങളിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ചും ആർക്കും ഉപദേശിക്കാത്തതിനെ കുറിച്ചും കുറേ തമാശകൾ